ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ ബ്രൈഡ് അനഘയാണ് കേട്ടോ. അനഘയുടെ വെഡ്ഡിംഗ് ലുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗുരുവായൂരാണ് വന്നിട്ടുള്ളത്. ആളുടെ കറക്റ്റ് സ്കിൻ ടോണിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് മതി എന്നാണ് കേട്ടോ ആൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ടോണറും പ്രൈമറെല്ലാം കൊടുത്ത് ഫേസ് ഒന്ന് പ്രിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐയുടെ ഭാഗം കൺസീലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടാർട്ടിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഈവനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി ദെൻ കളർ കറക്റ്റിങ് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ടാണ് ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളത്. പിന്നെ ആളുടെ ഫസ്റ്റ് ബേസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ക്രീം ഫൗണ്ടേഷൻ വെച്ചിട്ടാണ്. അതും ആളുടെ കറക്റ്റ് കോംപ്ലക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ബേസ് ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അനഘയുടെ ഐബ്രോസിൻ്റെ കാര്യം എടുക്കാൻ നേരത്ത് നല്ല വിഡ്ത്ത് ഉണ്ടായിരുന്നു, പക്ഷേ ഉള്ളിൽ നല്ല ഗ്യാപ്പായിരുന്നു കേട്ടോ. ബ്ലാക്കും ബ്രൗണും വെച്ചിട്ട് നല്ല രീതിയിൽ ഞാനതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ദെൻ ഒന്ന് ഹൈലൈറ്റിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐബ്രോസ് അങ്ങ് നീറ്റായി. പിന്നെ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഐ മേക്കപ്പ് ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടുള്ളത്. ഷിമ്മർ ആണെങ്കിലും ആളുടെ സെക്കൻഡ്സ് ആയിരിക്കും കൂടി സ്യൂട്ടായി പോകുന്ന രീതിയിലാണ് ഐ മേക്കപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഫേക്ക് ലാഷസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ ഫേസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോണ്ടോറിങ് ചെയ്യുന്നുണ്ട്. നോസ്, ചീക്ക്, ചിന്ന്, ഫോർഹെഡൊക്കെ നമ്മൾ കോണ്ടോറിങ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ബ്ലഷാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കോണ്ടോറിങ് ആണെങ്കിലും ബ്ലഷ് ആണെങ്കിലും നമ്മൾ വളരെ സെറ്റിലായിട്ട് മാത്രമാണ് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പൗഡർ ബേസ്ഡ് പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ആളുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. പിന്നെ ലിപ്പ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. PSCയുടെ ഒരു ലിപ്പ് പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ആളുടെ സ്കിൻ ടോണുമായിട്ട് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡുമായിരുന്നു കേട്ടോ അത്. ഫൈനലി നമ്മൾ ആൾക്കൊരു ചെറിയ ബിന്ദിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാക്കിൻ്റെ പൗഡർ ബേസ്ഡ് ആയിട്ടുള്ള ഹൈലൈറ്ററാണ് കേട്ടോ ആൾക്ക് കൊടുക്കുന്നത്. വളരെ നാച്ചുറലായിട്ട് മാത്രമാണ് ഞാൻ ഹൈലൈറ്റിങ് ചെയ്ത് കൊടുക്കുന്നത്. ചീക്ക്, ചിന്ന്, നോസ്, അതുപോലെ ഫോർഹെഡൊക്കെ നല്ല രീതിയിൽ ഞാനൊന്ന് ഹൈലൈറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും ഹെവി ആകാതെ അതേപോലെ കുറച്ച് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്ന രീതിയിൽ. ഓൾ നൈറ്ററിൻ്റെ ഫിക്സിങ് സ്പ്രേ കൊടുത്ത് നമ്മൾ ആളുടെ ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റിങ് ചെയ്യാനും അതുപോലെ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ബേസൊക്കെ വളരെ നാച്ചുറലായിട്ട് സ്കിന്നുമായിട്ട് അങ്ങോട്ട് ഭയങ്കര സെറ്റിലായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ ഈ ഫിക്സിങ് സ്പ്രേ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ ആളുടെ ഹെയറിൻ്റെ ക്രിമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്ക് സ്യൂട്ടാവുന്ന 2 ഹെയർ സ്റ്റൈൽ ഞാൻ ആൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലൈൻസ് എല്ലാം വരുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. എന്നോട് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ബിഗിനേഴ്സ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ഇത്രയും നീറ്റായിട്ട് ലൈൻസ് എടുക്കുന്നത് എന്നൊക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രൈഡിനോട് ഹെയർ വാഷ് ചെയ്യാൻ പറയണം. പിന്നെ പ്രിപ്പിങ് നീറ്റായിട്ട് ചെയ്യണം, നന്നായിട്ട് ഡ്രൈ ആക്കുക, നല്ല ക്രിമ്പിങ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ലൈൻസ് ഇടുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പ്രേ കൊടുത്ത് ലൈൻസ് ഒന്ന് നന്നായിട്ട് ഡിഫൈൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ ഹാർഡ് സ്പ്രേ കൊടുക്കാനോ ഹാർഡ് സ്പ്രേ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യാനോ പോകരുത്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഹെയറിൽ വരുത്തണമെങ്കിൽ, അതായത് കുറച്ച് ലൈൻസിൽ വിഡ്ത്തിൻ്റെ ആ കാര്യങ്ങളിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ ഹാർഡ് സ്പ്രേ ഉപയോഗിച്ച് നമുക്ക് ചേഞ്ചിങ് വരുത്താൻ പറ്റില്ല. സോഫ്റ്റ് ആയിട്ടുള്ള സ്പ്രേസിൽ മാത്രമാണ് നമുക്കിപ്പോൾ ലൈൻസ് കുറച്ചും കൂടെ വിഡ്ത്ത് കുറയ്ക്കണം കൂട്ടണം എന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സ്പ്രേസിലാണ്. ഹാർഡ് സ്പ്രേ ഉപയോഗിക്കാതെ ഫസ്റ്റ് തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പ്രേ ഉപയോഗിച്ച് ലൈൻസൊക്കെ ഡിഫൈൻ ചെയ്തെടുക്കുക. ലൈൻസ് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫിക്സിങ് സ്പ്രേ ഉപയോഗിച്ച് അത് ലോക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൾക്ക് എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബാക്ക് സൈഡ് ഹെയർ സ്റ്റൈലിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്റ്റൻഷൻ എന്താ നല്ല തിക്കായിട്ടുള്ള ഒരു ലെങ്തി എക്സ്റ്റൻഷനാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആളുടെ ഹെയറിന് ഒരുപാട് നീളമൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് വെച്ചിട്ട് നീറ്റാക്കി ഒരു സ്റ്റൈലിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് നമ്മൾ മുല്ലപ്പൂ വെച്ച് മാത്രമാണ് കേട്ടോ ഫ്ലവർ സെറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ ചെത്തിയും തുളസിയും കൂടെ മിക്സ് ചെയ്ത് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് നല്ല വാട്ടം ഉണ്ടായിരുന്നു. അത് വെക്കാൻ നേരത്ത് അങ്ങനെ ഒരു
ഫ്രഷ് ലുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് മുല്ലപ്പൂ വെച്ച് മാത്രം അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്, ഫ്ലവർ സെറ്റിംഗ് ചെയ്യാൻ നേരത്ത് പൂവിന് അത്ര നല്ല തിക്കില്ല എന്നാണെങ്കിൽ ഇതുപോലെ 2 ലെയറായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് നീറ്റായിട്ട് നമുക്ക് ഫ്ലവർ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്ത് മുല്ലപ്പ് കുറച്ച് കാണുന്ന രീതിയിൽ വേണം ഫ്ലവർ സെറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഒരു ലെയറും കൂടെ വെച്ച് ആൾക്ക് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെയർ ബാൻഡ് വരുന്ന താഴത്തെ ഭാഗവും നമ്മൾ കുറച്ച് മുല്ലപ്പ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവർ സെറ്റിങ്ങിന് വേണ്ടി നമ്മൾ ടോട്ടലി ഒരു 12 അല്ലെങ്കിൽ 15 മുഴം മുല്ലപ്പൂ യൂസ് ചെയ്തിട്ടുണ്ടാവും. താഴെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനും ഒരു മുഴം എന്തെങ്കിലും മതിയാകും. ഗുരുവായൂരായതുകൊണ്ട് മുല്ലപ്പൂവിന് ക്ഷാമം ഉണ്ടാവില്ല, പക്ഷേ നല്ല തിക്കായിട്ട് കെട്ടി വെച്ചിരിക്കുന്ന പൂ വാങ്ങാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് നാളുടെ മേക്കപ്പും ഹെയറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടോ. ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഹെയർ ആൾക്ക് കേളിങ് ചെയ്ത് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനഘയ്ക്ക് നമ്മൾ ചെറിയ കേൾസാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യം തന്നെ ആ ചെറിയ ഹെയർസിൽ നമ്മൾ മൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇട്ടിരിക്കുന്ന കേൾസ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂസ് ഇട്ടിട്ട് നമ്മൾ കേൾ ചെയ്യുന്നതായിരിക്കും. ഫിക്സിംഗ് സ്പ്രേ അടിച്ചാലും ലാസ്റ്റിംഗ് കുറവായിരിക്കും. അപ്പോൾ ഒരു സൈഡ് കേൾ ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ആൾക്ക് ഏതാണ് കൂടുതൽ സ്യൂട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് രണ്ടും നന്നായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കേൾ ചെയ്യുന്ന ടൈമിൽ അവിടേക്കും ഇവിടേക്കും തല ചരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് അനങ്ങാതെയാണ് കേട്ടോ അനങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ 2 സൈഡും കേൾ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹെയർ സ്റ്റൈലും കംപ്ലീറ്റ് ചെയ്തു. ആളുടെ ബ്ലൗസിന് ഒരു ഗ്രീൻ കളർ വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് സ്യൂട്ടായിട്ട് വളയും അതുപോലെ ഒരു ലോങ് ഗ്രീൻ കളറിൽ വരുന്ന ഒരു മാലയും കൂടെ ഫൈനലി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനഘ ഈ ഒരു മാല ഓപ്ഷനായിട്ട് മാത്രമാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. ഭംഗിയുണ്ടെങ്കിൽ ഇടാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു മാല വെച്ചപ്പോഴാണ് കേട്ടോ ആ ലുക്കൊന്ന് കംപ്ലീറ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത്ര ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഗ്രീൻ കളർ മാല ആ ഒരു കോസ്റ്റ്യൂമിനും ആളുടെ മൊത്തം ലുക്കിലും. ന്യൂ കളക്ഷനിൽ വരുന്ന സിമ്പിളായിട്ട് തോന്നുന്ന ഒരു നെറ്റിച്ചുട്ടിയാണ് കേട്ടോ ആൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പാക്കേജിൽ ഹിപ്പ് ചെയിനും ചുട്ടിയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിക്കർ കൊടുത്ത് ആ ചുട്ടി നമ്മളൊന്ന് നന്നായിട്ട് ഫിക്സ് ചെയ്തും വയ്ക്കുന്നുണ്ട്. അനഘയ്ക്ക് ഇപ്പോൾ മുഹൂർത്തം ലുക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സാരി ചേഞ്ചിങ് കൂടി ഉണ്ട് കേട്ടോ. ഈ കോസ്റ്റ്യൂം മാറിയിട്ട് ഒരു പിങ്ക് കളറാണ് നമ്മൾ ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സാരിയിൽ ആ ഓർണമെൻറ്റ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കറാണ് നമ്മൾ കൊടുക്കുന്നത്. സാരിയോട് ഓർണമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ബ്രൈഡ്സിൻ്റെ ഫേസ് നേരെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനോ സ്റ്റിക്കർ ചെയ്യാനൊക്കെ. അങ്ങനെ നേരെ നിൽക്കാൻ നേരത്താണ് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഡൗൺ ചെയ്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഗുരുവായൂർ ഒരുപാട് കല്യാണമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അനഘയുടെ കല്യാണവും. അനഘയ്ക്ക് മുഹൂർത്തം ടൈം കിട്ടിയിരുന്നത് 6:30-7 മണി ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു. അനഘയ്ക്ക് സെക്കൻഡ് സാരി വരുന്നുണ്ടല്ലോ, ആ സാരി ചേഞ്ച് ചെയ്തിട്ട് ഇവർ എറണാകുളത്തേക്കാണ് പോകുന്നത്. എറണാകുളത്താണ് ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആളുടെ കംപ്ലീറ്റ് ലുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനഘയുടെ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ്. എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അതുപോലെ ഡയറക്റ്റ് നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. താഴെ ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പറും അതുപോലെ ഇൻസ്റ്റ ഐഡിയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് അനഘയുടെ നോർമൽ ലൈറ്റിൽ ഞാനെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. ആൾ ഓൾറെഡി ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുമായിരുന്നു. ഇത് നോർമൽ ലൈറ്റിലെടുത്ത ഒരു വീഡിയോ ആണ്. അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്കിൻ ടോൺ വളരെ നാച്ചുറൽ ആയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും സെക്കൻഡ് സാരി ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഒട്ടും ടൈം ഉണ്ടാവാറില്ല, പക്ഷെ ഇവിടെ ടൈം നമുക്ക് കിട്ടി കേട്ടോ. സാരി നമുക്ക് നേരത്തെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്ലേറ്റ്സൊക്കെ നീറ്റായിട്ട് നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് സാരി മാറ്റിയിട്ട് നമ്മൾ അടുത്ത സാരി ഉടുപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓർണമെൻറ്റ്സ് ആണെങ്കിൽ സാരീനോട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര ടയേർഡായിട്ടാണ് വന്നത്. എങ്കിലും എനിക്ക് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ലിപ്സ്റ്റിക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തായിരുന്നു, കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡിലേക്ക് മാറ്റി. ഡ്രസ്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടൈം ഉള്ളത് കൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കും ഷോർട്സിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ.
അനഘയുടെ ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത്? മുഹൂർത്തമാണോ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലുക്കാണോ? എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് ഫസ്റ്റത്തെ ലുക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ്.